സോ ഹലോ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ലോങ് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നെർവസാണ്, അതിനൊപ്പം ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ സംസാരിച്ചൊരു വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്തിട്ടേ ഉള്ളൂ. സോ പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ബട്ട് ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് ടുഡേ. ഇന്നെങ്കിലും ചെയ്യാം. സോ this is my outfit. ചപ്പൽ ഇതെൻ്റെ എസ്തെറ്റിക്കിന് ചേരില്ല, ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പുറത്ത് വീട്ട് കാണാം. ഇവർക്ക് ഇത് എക്സാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇവിടുത്തെ സൗണ്ട് കാരണം നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ കോളേജിൻ്റെ ഒരു പരിപാടിക്ക് വന്നേക്കും കേട്ടോ. അവിടെ കുറച്ച് പേര് ഡാൻസ് കളിക്കുക. എന്നതാ മാരത്തോണ്ട് പരിപാടിയാന്ന് തോന്നുന്നു. പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇറങ്ങി, എനിക്കിപ്പം പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം. അപ്പം പുറകിൽ നിൽക്കുന്നവരൊക്കെ മാരത്തോൺ ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാ. മാരത്തോൺ ഓടിയിട്ട് തിരിച്ചു വരുന്നവരാട്ടോ. ഇപ്പം വന്നിറങ്ങിയപ്പോഴേ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. അച്ഛനും ആണെങ്കിൽ ഇന്ന് പ്രാക്ടിക്കൽ എക്സാമാണ്. സോ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് കൂടെ പോകുന്നത്. കറങ്ങാനൊന്നല്ല, പള്ളിയിൽ പോകണം, പിന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങണം. അങ്ങനെയൊക്കെ. മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പത്തേനും എന്തോ മഴ പെയ്തു തുടങ്ങി. ഇത് കണ്ടോ, ഫുള്ള് നനയും. വഴി കൂടെ നോക്കി നടന്നില്ലെങ്കിൽ തെന്നി അടിച്ചും വീഴും. എന്ത് പായലത്. പിന്നെ ഈ വ്ലോഗ് എടുക്കുന്നവരൊക്കെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്തോരം കറേജ് വേണം ഈ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് സംസാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടൊരു ഹാർട്ട് ബീറ്റ് എനിക്കൊരു ചെവിയിൽ കേൾക്കാം. ഇത് ഈ ചർച്ചിലാട്ടോ ഞാൻ കുർബാനയ്ക്ക് പോകുന്നത്. ഇവിടെ ഞാൻ കണ്ടതിലാകെ ഒരു മലയാളം പള്ളി ഇതേ ഉള്ളൂ. ഞാനിപ്പോൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കർണാടകയിൽ വന്നിട്ട് ഈ കന്നഡ കേട്ട് കേട്ട് ചെവി ഇങ്ങനെ തഴച്ചിരിക്കുമ്പം ഈ മലയാളം കുർബാന കൂടിയിട്ടിറങ്ങാന്ന് പറഞ്ഞ് ഈ നാട്ടിൽ പോയിട്ട് വരുന്നൊരു ഫീലാണ് ഞാനിപ്പോൾ അത് അനുഭവിക്കുന്നത്. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണുന്നില്ല. പാൻക്രിയസ് ആണെങ്കിൽ എനിക്കെന്തെങ്കിലും തഴുന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും കൊടുക്കട്ടെ. ഏറ്റവും പറ്റിയ അമ്മളെ എന്താണെന്ന് അറിയാമോ? ഞാനിന്ന് പള്ളിയിൽ പോയപ്പോൾ പവർ ബാങ്ക് എടുത്തിട്ട് ഫോൺ കുത്തിയിട്ടു, പക്ഷേ ഇതുവരെ ചാർജ് ആയിട്ടില്ല. ഞാനിപ്പോൾ ഹെഡ്സെറ്റ് ചെയ്ത് സംസാരിക്കുന്നത്, ഞാൻ കടയിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ട് അവർക്ക് ഞാൻ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലാവില്ല. സോ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആരെയോ വിളിക്കുന്ന പോലെ തോന്നിക്കോളും. സോഷ്യൽ ആൻസൈറ്റി എങ്ങനെയെങ്കിലും കുറയ്ക്കണം. സാധനം കയ്യിൽ കിട്ടിയിട്ടോ, എമൗണ്ട് നോക്കി. ഞാൻ ഒരു സ്ഥലം പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടത് അതിൻ്റെയും കുറച്ച് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല. സോ ഇനി ഞാനിപ്പോൾ അവിടെ വരെ തിരിച്ച് നടക്കണം. മഴയൊക്കെ പോയി വെയിൽ തെളിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ ഇവിടുത്തെ വെയിൽ താങ്ങാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെയും കൂടെ വേണം. ആ DIY ഷോപ്പിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടല്ല, ഞാൻ മുന്നേ ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അത് ജസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഷോപ്പ് റീസെൻ്റ് ആയിട്ടാണ് തോന്നുന്നു ഓപ്പൺ ആയത്. സോ അന്ന് ചുമ്മാ അതിൻ്റെ അകത്ത് എന്താ സാധനം സംഭവങ്ങളെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയതേ ഉള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ആൾക്കാർ നോക്കുന്നത് എനിക്കെന്തോ പോലെ. ഒരുപാട് സാധനമുണ്ട്, ഏതാ എടുക്കണ്ടേ എന്ന കൺഫ്യൂഷനാണ്. മിക്കവാറും വാങ്ങാൻ വന്ന സാധനം മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് വേറെ വല്ലതും എടുത്തിട്ട് പോലുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീക്ക്നെസ് ആണ് ഈ സെക്ഷൻ. ഓക്കെ
ഇതൊക്കെ എന്തൊരു സാധനങ്ങളാ. ഈ മിറേഴ്സ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. ലോങ് ക്ലിയർ അല്ല. അതിൻ്റെ സൈഡിൽ കണ്ടോ എത്ര എത്ര കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് ഉള്ളതാണ്. എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പെർഫ്യൂംഡ് കാൻഡിൽസ്. നെക്സ്റ്റ് വീക്ക്നെസ് ആണ് ഈ സാധനങ്ങൾ. ഇതേപോലത്തെ ബുക്സ് എത്ര വാരി കൂട്ടിയാലും മതിയാവത്തില്ല. എൻ്റെ കയ്യിലിപ്പം ഡ്രോയിങ് ബുക്ക് തീർന്നു. സോ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇതിനകത്ത് പേര് ഡ്രോയിങ് ബുക്കൊന്നും ഞാൻ ഇതിനകത്ത് പിടിക്കും. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയില്ല, നല്ല പതാതിരിക്കുന്നു. ഒരു ഡ്രോയിങ് ബുക്ക് കാണിച്ചു തരട്ടെ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെയാ വേണ്ട സാധനം മാത്രം എടുത്തിട്ട് പോ. ഒത്തിരിയുണ്ട് ഇതേപോലത്തെ ബുക്സ് കണ്ടോ. ഇതൊക്കെ ആക്കി എല്ലാ ദിവസവും നിർത്താണ്ട് ജേണൽ എഴുതാൻ വേണ്ടി തോന്നും. എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയതെല്ലാം. ഇത് ഡ്രോയിങ് ബുക്കാ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. കുറച്ചുകൂടെ വലുപ്പം വേണം, കുറച്ച് പേജസ്. ഇത് ഭയങ്കര കുഞ്ഞിതാണ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ വലുതാണ്, പക്ഷെ ഇത് ബുക്ക് പോലെ തുറക്കുന്നത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നേ, പേജസിന് തിക്നെസ് ഉണ്ടോയെന്നൊന്നും. ഇച്ചിരി കട്ടിയുള്ള പേജ് വേണമായിരുന്നു. ഇത് ഞാൻ നേരത്തെ കാണിച്ചത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ നോക്കി, പക്ഷേ എന്താ പറയുക, ബുക്കിൻ്റെ പേജസിനൊന്നും അത്ര കട്ടിയില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന കൂട്ടത്തിൽ. സോ പേജ് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്ര സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ കാണുന്നില്ല. ഈ പ്ലഷീസൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ആളുകളാവുള്ളൂ. ഈശ്വര, ഞാൻ ഭയങ്കര നെർവസ് ആവുന്നുണ്ട്. ഭയങ്കര കാറ്റ്. ഞാൻ DIY ഇറങ്ങി, പക്ഷെ ഞാൻ വിചാരിച്ച സാധനമൊന്നും അവിടുന്ന് കിട്ടിയില്ല. എനിക്കിനി ഒരു ഡ്രോയിങ് ബുക്കും പിന്നെ വളയും അത് വാങ്ങാം. ഡ്രോയിങ് ബുക്ക് വാങ്ങാനാണ് മെയിനായിട്ട് DIYയിൽ പോയത്, ബട്ട് കിട്ടിയില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ ഹോസ്റ്റലിലെത്താനായി കേട്ടോ. അച്ചു ഹൻസും അവിടുന്ന് നടന്നു വരുന്നുണ്ട്.
ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സോഷ്യൽ ആൻസൈറ്റി കയറിയിട്ട് എനിക്ക് ചുറ്റുമുള്ളവരെ നോക്കാൻ പറ്റുന്നില്ല. ഫോൺ പോലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റില്ല. ഒരു അവസ്ഥയായിപ്പോയി. എക്സ്പീരിയൻസ് ഞാൻ പറയാം, റൂമിൽ ചെന്നിട്ട് ഞാൻ പറയാം. അപ്പം അവരെ കാണിക്കാം. വരുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാമും കൂടെ കഴിഞ്ഞിട്ട്. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. അച്ഛനെ കിട്ടി. ഇപ്പഴാ എനിക്ക് കുറച്ചെങ്കിലും ധൈര്യം വന്നത്. നേരത്തെ തന്നെ മോങ്ങ ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. വഴി ഇറങ്ങി എന്നിട്ട് നട്ടം തിരിഞ്ഞ് കളിക്കുക. പേടിയൊന്നും വിചാരിച്ചില്ല. ഇതിലാ ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് എടുക്കാൻ. അപ്പൊ നമ്മൾ ഒരു ഡാൻസും കൂടെ എടുത്തിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് ഞാൻ കയറിപ്പോകും. ഞാൻ എടുത്തില്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ക്യാമറാമാൻ എന്നോടൊപ്പം. ക്യാമറമാൻ ഇവളോടൊപ്പം ഞാൻ അല്ല. ക്യാമറമാൻ എക്സാം എഴുതി കിളി പോയിരിക്കുന്നു തോന്നുന്നു. വെട്ടം അടിക്കണ്ട. ഈ വർഷം നല്ല വെട്ടം അടിക്കുന്നു. ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? ഡാൻസ് എടുക്കട്ടെ. ഈ സ്ഥലം കൊള്ളില്ല. സോ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥിരം ഡാൻസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ പോകുന്നു. എങ്ങനെ വന്നാലും ലാസ്റ്റ് അവിടെ തന്നെ എത്തും. അതെനിക്കറിയായിരുന്നു. പിന്നെ ചുമ്മാ ഒരു ടെസ്റ്റിന് വേണ്ടി ഇങ്ങോട്ട് വന്നത് നടക്കില്ല. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന രീതി ഞാൻ നേരത്തെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സംസാരിക്കുന്ന രീതി കണ്ടോ? നിഞ്ഞിട്ടോ ഇൻട്രോവേർട്ടല്ല ഇൻവേർട്ടറാന്ന്. ഇൻവേർട്ടർ അവിടെ പാർക്കിനവിടെ പോയെടുത്താലോ? പാർക്കില്ല. പ്ലാൻ അഗെയിൻ ചേഞ്ച്. അപ്പുറത്തെ പാർക്കിൽ പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ പാർക്ക് ഓപ്പൺ ആണോന്ന് അറിയില്ല. അപ്പൊ എന്താ ചെയ്യുക? ഞാൻ അപ്പുറത്ത് ഒറ്റയ്ക്ക് പോക്കോളാം. ഒറ്റയ്ക്ക് പോയിട്ട് നീ എങ്ങനെ എടുക്കാം? നീ ഒറ്റയ്ക്ക് കാറേണ്ടി വരും. അത് കാറേണ്ടി അവിടെ ഭയങ്കര പട്ടിശല്യം. അതാണൊരു പ്രശ്നം. പോയാൽ ചിലപ്പോൾ അതേപോലെ തിരിച്ചു വരേണ്ടി വരും. അല്ല, ഡാൻസ് നാളെ നമുക്ക് എടുക്കാം. നാളെ ഔട്ടിംഗ് ഉണ്ടല്ലോ. നാളെ ഔട്ടിംഗ് ഉണ്ടോ? അല്ല, അങ്ങനെയല്ല, വൈകുന്നേരം അങ്ങനെ എടുക്കാൻ പോയിട്ട് ഒന്നും നടന്നില്ല. വെറുതെ അവിടെ പോയി സ്റ്റെപ്പ് കൂട്ടിട്ട് തിരിച്ചു വരുന്നു. കാലാവസ്ഥ ശരിയല്ല. കാലാവസ്ഥ വ്യതിയാനം മൂലം. കാലാവസ്ഥ വ്യതിയാനമല്ല, ഞാൻ വെച്ചിട്ട് ശരിയാവുന്നില്ല. നോട്ട് ശരിയില്ല. പട്ടിക്ക് വീഡിയോ കോപ്പി വീഡിയോ എടുത്ത പരിപാടി ഒന്നും വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ട് ഇനി ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. ഞാൻ പോയി. ഇതൊക്കെ എന്തോ ഇനിയും കോളേജിൽ പോകണം. അങ്ങോട്ട് നോക്കുക. അച്ചു എക്സാം കഴിഞ്ഞിട്ട് പിന്നെയും കോളേജിൽ പോകുന്നതുകൊണ്ട് അവൾ പിന്നെയും കോളേജിൽ പോയി. സോ ഞാൻ പിന്നെ ഇൻട്രോവേർട്ടായി. എനിക്ക് നേരത്തെ പോലെ എത്ര കോൺഫിഡൻസോടെ സംസാരിക്കാനൊന്നും പറ്റില്ല. ഹോസ്റ്റലിൽ ചെന്നിട്ട് ഞാൻ ബാക്കി പറയും ഹോസ്റ്റലെത്താനായി. അങ്ങനെ സോ ഫൈനലി ഞാൻ റൂമിലെത്തി. സോ ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിക്കാം. കാരണം എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് കുറവായിരിക്കും. ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇടയ്ക്ക് എനിക്ക് ചിരി ഒന്നുകൊണ്ടാണ്. ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു ഐലാഷ് കേളർ. ഇത് ഞാൻ മറ്റേ DIY വാങ്ങിച്ചതാണ്. ഇത് ഉപയോഗിച്ച് നോക്കണം. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു റേസർ. ഇതും DIY ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഈ 2 സാധനം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ ബാഗിനകത്ത് ഷോൾ. ഇതിന്ന് പള്ളിയിൽ പോവാന്ന്. ഇത് പള്ളിയിൽ പോവാൻ വേണ്ടിട്ട് എടുത്തിട്ട് പോയതാണ്. ഇത് അവിടെ ഷാൾ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് ബില്ല്, DIYയിലെ ബില്ലാണ്. ദെൻ ചീപ്പ്. ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ വാട്സിൻ്റെ ബാഗ് കഴിഞ്ഞ് പറഞ്ഞ പോലെ. പിന്നെ ഇതൊരു വൈറ്റ് ജെല്ല് പെണ്ണാണ്. ഇതെനിക്ക് വരയ്ക്കുന്ന സമയത്ത് ചെറിയ ഡീറ്റെയിലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതെവിടുന്നായിരുന്നു? ഇത് വേറൊരു ഷോപ്പിൽ നിന്ന്. എവിടുന്നാണ്? ഞാൻ ഡ്രോയിങ് ബുക്ക് വാങ്ങാൻ പോയ ഷോപ്പിൽ നിന്ന്. സോ ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച ഡ്രോയിങ് ബുക്ക്. അല്ല, ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഞാൻ ആ ഫസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പൊട്ടിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ പൊട്ടിച്ചതിൻ്റെ നോക്കിയായിരുന്നു അവിടെ നിന്ന്. നല്ലതാണ്, ഇത് തോന്നുന്നു. പിന്നെ എൻ്റെ പേഴ്സ്, ബുക്കുള്ള പേഴ്സ്.
പിന്നെ ഞാൻ വാങ്ങിച്ചത് അത് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഈ മാലയും കാണുന്നില്ലേ, ഇതൊരു ഹാർട്ടിലൊരു റിങ് വരുന്ന പോലത്തെ മാലകൾ. ചെയിന് അല്ല, അത് ഞാൻ മറ്റേ ആ കമ്മലിന്. പിന്നെ ഞാൻ ഈ ബാംഗിൾസ് വാങ്ങിച്ചോട്ടോ. ഇതെനിക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. 12 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഇതും ആ മാല ഞാൻ ഒരു കുഞ്ഞു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്തുന്നാ വാങ്ങിച്ചിരുന്നത്? ½ kg ഓഫ് അനാർ, ബ്ലഡ് ഉണ്ടാവേണ്ട. പിന്നെ എൻ്റെ ബാഗിൽ പിന്നെ എൻ്റെ ലിപ് ലൈനർ. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത്. പിന്നെ ഇത് സ്കൂൾ ബുക്ക്. ഇത് ഈ കടയിൽ നിന്ന് ഞാൻ മറ്റേ ഈ ബുക്കും ആ വൈറ്റ് ജെൽ പെന്നും വാങ്ങിച്ചു. ഇത്തിരി സാധനം ഉണ്ടോ കടയിൽ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ DIY എന്നല്ല, അല്ല ഇത്രയും സാധനമാണ് വാങ്ങിച്ചത്. ആൻഡ് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആര് വരുവാണേലും ശരി വീഡിയോ എടുത്തിട്ടേ വേറെ എന്തുള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ ഫോണും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം മാറി മറിഞ്ഞു. എനിക്ക് നേരിട്ടൊരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പേടിയായിപ്പോ. എനിക്ക് നെർവസായിട്ട് ഭയങ്കര ടെൻഷൻ. ഞാൻ വിചാരിച്ചപ്പോൾ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ കുറെ കടയിൽ കയറിയ സമയത്ത് എനിക്ക് വോയിസ് ഓവർ ചെയ്തിട്ട് എനിക്ക് ഓരോ സാധനങ്ങൾ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ആരെങ്കിലും വരും, ഇവിടുന്ന് ആരെങ്കിലും വരും, എല്ലാം കാണുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് എല്ലാത്തിൻ്റെ വെറുതെ ഒരു വീഡിയോ മാത്രം എടുത്ത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആണ് ഇന്നത്തെ വ്ലോഗ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെന്താ പറയാ, സോ മിക്കവരും വിചാരിക്കുന്നുണ്ടോ ഈ വ്ളോഗ് ചെയ്യുക, പുറത്ത് പോയിട്ട് ഇങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ സംസാരിക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു തവണ അത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മീൻസ് അതും പ്രത്യേകിച്ച് ഈ സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളതല്ല പറയുന്നത്. ഇതേപോലത്തെ സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആൾക്കാരാണെങ്കിലും പറയേ വേണ്ട. എനിക്കറിയത്തില്ല, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയോ ഞാൻ സർവൈവ് ചെയ്തു. പക്ഷെ ഒരാളോട് കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരത്തെ അച്ചു വന്ന സമയത്ത് എനിക്ക് വീഡിയോ പിടിച്ച് സംസാരിക്കുന്നതിനൊരു അധികം പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി വരുന്ന വീഡിയോസിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. വരുമോ വീഡിയോസ് ഇനി ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനി ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ.